ഹായ് ഫ്രണ്ട്സ്, ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഔട്ടിങ് പോയിരുന്നു. മെയിനായിട്ട് ജയലക്ഷ്മിയിൽ നിന്ന് സാരി വാങ്ങാനും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനും ബ്രോഡ്വേയിലൊക്കെ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ ആലുവയിൽ നിന്ന് മെട്രോയിലാണോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് നിന്നു. നമ്മൾ ട്രെയിൻ വരാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ട്രെയിനൊക്കെ വന്നു. പിന്നീട് ട്രെയിനൊക്കെ വന്ന് നമ്മൾ ട്രെയിനിലേക്ക് കയറി. ഞങ്ങൾ വൈറ്റിലേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് അവിടെ എത്തിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ ഓട്ടോയിലാണ് എറണാകുളത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ജയലക്ഷ്മിക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ നമുക്ക് ഒടുക്കത്തെ വിശപ്പ്. നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് ബിരിയാണിയും ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചു. അങ്ങനെ വയറൊക്കെ ഫുള്ള് സെറ്റാക്കിയിട്ടാണ് നമ്മൾ പർച്ചേസിന് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ നേരെ ജയലക്ഷ്മിയിലേക്ക് പോയി. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. ഞങ്ങൾ സാരി വാങ്ങാനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അങ്ങനെ ആ സാരിയുടെ സെക്ഷനിലേക്ക് പോയി. ഈ സാരി സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാനും ചിത്രേച്ചിയും കൂടെ കുറച്ച് ടൈം എടുത്ത് അങ്ങനെ ഓരോ സാരിയൊക്കെ സെലക്ട് ചെയ്തു. അങ്ങനെ സാരിയൊക്കെ വാങ്ങിച്ച് നമ്മളവിടെ നിന്ന് പേ ചെയ്ത് ഇറങ്ങി. ഉർവശിയിലേക്ക് പോയി. ഞങ്ങൾ റീൽസൊക്കെ കണ്ടിട്ടാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ റീലിൽ കാണുന്ന പോലെ അല്ല ഗൈസ്, അവിടെ നല്ല റേറ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് സെലക്ട് ചെയ്തു. നല്ല കളക്ഷൻസ് ഉണ്ട് ഗൈസ്, ബട്ട് റേറ്റ് കുറച്ച് കൂടുതലാണ്. അങ്ങനെ അവിടെ വെച്ച് കണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. പോയിട്ടുണ്ടായിരുന്നത് ബ്രോഡ്വേയിലേക്കായിരുന്നു. അവിടെ ആണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു ഗൈസ്. ഞാനിങ്ങനെ ഒരു വിധത്തിലാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു. പിന്നെ നമ്മളടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ കാണണ്ടേ.